എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ റിയോ അവനാണെങ്കിൽ ഈ പൈക്കിയുടെ മൂവ്മെന്റ് അത് കറക്റ്റ് ആയിട്ട് കോപ്പി ചെയ്ത് ആ ബോൾ തടഞ്ഞു. ചുറ്റും ഉണ്ടായിരുന്നവരെല്ലാവരും അത്ഭുതത്തോടു കൂടെ റിയോയുടെ പെർഫോമൻസ് നോക്കി നിൽക്കുകയാണ്. റിയോ ആണെങ്കിൽ മനസ്സിൽ ഉറപ്പിക്കും, തീർച്ചയായിട്ടും ഇത് എന്റെ സമയമാണ്, എന്റെ പവർ എന്താണെന്ന് കാണിച്ചു കൊടുത്ത് നാഗിയായിട്ടുള്ള ആ ബോണ്ട് അത് ഞാൻ വീണ്ടും ഊട്ടി ഉറപ്പിക്കും. ഇവിടെ ഹീറോ ആണെങ്കിൽ ആ പുതുതായിട്ട് വന്ന നീലത്തലയനിലും റിയോയിലും അങ്ങനെ ഇംപ്രസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. വാവ്, ഈഗോ ഇറക്കിയ ഇവർ രണ്ടുപേരും അടിപൊളിയാണ്. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടില്ല എങ്കിൽ എന്റെ സ്കില്ല് അത് ആരും അറിയില്ല. ആദ്യം ഞാൻ ഫസ്റ്റ് ചെയ്യേണ്ടത് ഓപ്പണന്റ് ടീമിന്റെ ക്യാപ്റ്റന ഐക്യു, അവനെ ഞാൻ ക്രഷ് ചെയ്ത് തോൽപ്പിക്കണം. മുടിയനാണെങ്കിൽ ഇപ്പൊ സായിയോട് പറയും, എനിക്ക് ഈ ഗെയിം ഒരുപാട് ഇഷ്ടമായി, പ്രത്യേകിച്ച് നീയുമായിട്ടുള്ള കോമ്പിനേഷൻ അത് ശരിക്കും ഇപ്പൊ വർക്കൗട്ട് ആവുന്നുണ്ട്. ഇത്രയും കാലവും എനിക്ക് കിട്ടാതിരുന്ന ഒരു ഗെയിം സ്പേസ് അതിവിടെ കിട്ടുകയാണ്. മാത്രമല്ല ഞാൻ എന്നിൽ തന്നെ കൺട്രോൾ ചെയ്ത് വെച്ച എനർജി അത് മുഴുവൻ എനിക്കിവിടെ ഇറക്കി വിടാനായിട്ട് കഴിയുന്നുണ്ട്. ഇതെന്റെ ബെസ്റ്റ് പെർഫോമൻസ് ആയിരിക്കും എന്ന് പറഞ്ഞ് വീണ്ടും മാച്ച് തുടങ്ങുമ്പോൾ മുടിയൻ അവൻ ബോളിന് നേരെ കുതിക്കുകയാണ്. അവനാണെങ്കിൽ അവനെ തന്നെ ബൂസ്റ്റ് ചെയ്യാണ്. എന്റെ സ്പെഷ്യൽ അവയർനെസ് പവർ അതുപയോഗിച്ച് എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ കഴിയും. നേരത്തെ അടിച്ച പോലുള്ള ഗോളുകൾ അതിഷ്ടം പോലെ എനിക്ക് ഇനി പ്രത്യേകിച്ച് സ്ട്രെസ്സോ ബുദ്ധിമുട്ടോ ഒന്നും തന്നെ ഇല്ലാതെ നേടാൻ കഴിയും. കാരണം എൻ്റെ പവർ അതങ്ങനെയാണ്. ഇനി ഗോൾ പോസ്റ്റ് അതിൻ്റെ തൊട്ടു പുറകിലാണെങ്കിൽ പോലും എനിക്ക് വിഷയമില്ല. എല്ലാം എൻ്റെ പവറിൽ ഞാൻ സമർപ്പിച്ച് അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്യും. എൻ്റെ ഞരമ്പ് പിടയ്ക്കാണ്, എൻ്റെ രക്താണുക്കള് അവറ്റകൾ തിളയ്ക്കാണ്. എനിക്ക് എത്രയും വേഗം ബോൾ എൻ്റെ കാൽച്ചൂട്ടിൽ കിട്ടണമെന്ന് പറഞ്ഞ് അവനത് കാൽച്ചൂട്ടിലാക്കും. പക്ഷെ അപ്പോഴേക്കും റിയോ അവനെ ബ്ലോക്ക് ചെയ്യാണ്. നാഗി ഒരു ഡിഫൻഡറിനെ എങ്ങനെ ബ്ലോക്ക് ചെയ്തോ അതേ തരത്തിലായിരിക്കും റിയോ കോപ്പ് ചെയ്ത് അവനെ ബ്ലോക്ക് ചെയ്യുക. പക്ഷെ മുടിയനാണെങ്കിൽ അവനെ തട്ടി മാറ്റി ഗോളടിക്കാൻ ശ്രമിക്കും. ഇവിടെ ഗഗമാരു അത് സിമ്പിളായിട്ട് ക്യാച്ച് ചെയ്യാണ്. ഓ നോ എന്ന് പറഞ്ഞ് ഇപ്പൊ മുടിയൻ അവൻ തല താഴ്ത്തും. അതിനുശേഷം മുകളിലേക്ക് നോക്കും. ആക്ച്വലി ഹ്യൂമൻ ബീങ്സ് എല്ലാവരും ഈ ലോകം വിട്ടു പോകുമ്പോൾ അവരുടെ മനസ്സിലുള്ള ഒരേ ഒരു ആഗ്രഹം തൻ്റെ എന്ന് പറയാൻ എന്തെങ്കിലും ഒന്ന് ഇവിടെ അവശേഷിപ്പിക്കണം എന്നാണ്. ഒരുപാട് പേരോട് കണക്റ്റ് ആവണം, പലരോടും ബോണ്ട് ക്രിയേറ്റ് ചെയ്യണം, ഒരു ഫാമിലി ഉണ്ടാക്കണം, ഒരു കരിയർ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ നമ്മുടേതായ എന്തെങ്കിലുമൊക്കെ സൈന് ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. പക്ഷേ എൻ്റെ ഒരേ ഒരു ചിന്ത ഫുട്ബോൾ കളിക്കണം, ഫുട്ബോൾ കളിക്കണം, ഫുട്ബോൾ കളിക്കണം. അത് മാത്രമാണ്. കളിയിലൂടെ എൻ്റെ പവർ എന്താണെന്ന് ലോകത്തിലെ അറിയിക്കണം. ഫുട്ബോളിലെ ഒരു സ്ട്രൈക്കർ ആവണം, മാന്ത്രികനാവണം. ഒരു കാരണവശാലും ആരും എൻ്റെ പേര് മറക്കാൻ പാടില്ല. എൻ്റെ ഓരോ ആണവും ഫുട്ബോളിന് വേണ്ടി മാത്രം തയ്യാറാക്കപ്പെട്ടതാണെന്ന് പറഞ്ഞ് അവൻ ഓടുകയാണ്. അപ്പൊ ഗഗമാരു ആണെങ്കിൽ ഹിറ്റ് ചെയ്ത ബോള് അതങ്ങനെ പറന്നു വരുമ്പോ സായി തോഷി അവൻ അതിനെ ബ്ലോക്ക് ചെയ്യും. അവൻ അവന്റെ ഫുൾ ഫോഴ്സ് എടുത്ത് ആ ബോളിനെ അടിക്കുകയാണ്. അത് ഒരുപാട് ഉയരത്തിൽ പറന്നു പോവും. അത് കണ്ട നമ്മുടെ മുടിയൻ ഇതാണ് ഞാൻ ആഗ്രഹിച്ച മൊമെന്റ് എന്ന് പറഞ്ഞ് ഓടി അടുക്കുകയാണ്. അടുത്ത നിമിഷം ഗഗമാരു അവൻ ഫീൽഡിലേക്ക് ഓടി വന്ന് ഹെഡ് ചെയ്ത് ആ ബോളിനെ അതിനെ അങ്ങനെ റിട്ടേൺ അയക്കുകയാണ്. ബോളാണെങ്കിൽ വീണ്ടും ഒരുപാട് ഉയരത്തിൽ അങ്ങനെ ഫ്ലൈ ചെയ്യാണ്. അത് കണ്ട മുടിയന്റെ ബോഡിയിലെ ഹാർട്ട് ബീറ്റ് അതങ്ങനെ കൂടി കൂടി വരും. ഗോൾ അടിക്കാനുള്ള ഒരു ത്വര അത് അവന്റെ ഉള്ളിൽ ഉണ്ടാവുകയാണ്. ബോൾ ഇപ്പോ ഗോൾ പോസ്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ദൂരത്താണ്. പക്ഷെ അവൻ ഉറപ്പുണ്ട് അതൊരു ഗോളാക്കാൻ പറ്റുമെന്ന്. ഈ ലോകത്തിലുള്ള എല്ലാ മണ്ടന്മാർക്കും ഞാൻ എന്റെ കഴിവ് കാണിക്കുമെന്ന് പറഞ്ഞ് അവനൊരു ബൈസിക്കിൾ കിക്ക് കൊടുക്കുകയാണ്. ഈഗോ ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് തിരിച്ചറിയും മുടിയൻ അവൻ അവന്റെ ഫ്ലോ സ്റ്റേജിലേക്ക് പോയെന്ന്. അത്രയും ഡിസ്റ്റൻസിൽ നിന്ന് അവൻ അടിച്ച ആ ഒരു അടി അതങ്ങനെ പറന്നു വന്ന് ഒരു ഗോളായി മാറും. ഉണ്ടായിരുന്ന ജനങ്ങൾക്കാണെങ്കിൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അത് കണ്ട് ഫ്രീസ് ആയിട്ട് നിൽക്കുകയാണ്. സ്കോർ ആണെങ്കിൽ ഇപ്പൊ 3-2 എന്ന നിലയിലേക്ക് മാറും. ഇവനാണ് ഇപ്പൊ ആദ്യമായിട്ട് ആ ഫ്ലോ സ്റ്റേജിലേക്ക് കടന്നത്. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു കളി അവിടെയുള്ളവരാരും മുൻപ് കണ്ടിട്ടില്ല. മുടിയനാണെങ്കിൽ സന്തോഷത്തിൽ ഓടി വന്ന് സായിയുടെ പുറത്ത് കയറും. സായി ആണെങ്കിൽ ദേഷ്യപ്പെട്ട് അവനെ താഴെ ഇടുകയാണ്. എന്നോട് ഞാൻ പറഞ്ഞത് ഹാട്രിക് അടിക്കാനല്ലേ? അതിനവൻ തിരിച്ചുകൊണ്ട് പറയും അടുത്തത് ഹാട്രിക് ആണ് എന്നല്ല, ഒരു 10 ഗോള് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അടിക്കും. അതിനുശേഷം നിന്നെ അടക്കം എല്ലാവരെയും ഞാൻ ഇംപ്രസ് ചെയ്യും. പിന്നീട് നിന്റെ കോ പ്ലെയറും റൂംമേറ്റും അത് ഞാനായിരിക്കും എന്ന് പറയും. ഇവിടെ നമ്മുടെ ഹീറോ അവൻ ഇപ്പോഴും ആ ഞെട്ടലിൽ നിന്ന് മാറിയിട്ടില്ല. സത്യത്തിൽ ഇവിടെ എന്താ ഉണ്ടായെന്ന് ചിന്തിച്ച് അവനാണെങ്കിൽ അങ്ങനെ വണ്ടറടിച്ച് നിൽക്കുകയാണ്. ആ സായി അവനിപ്പോ മുടിയന്റെ ഉള്ളിലെ ഡബിളിനെ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. ആ ഫ്ലോ സ്റ്റേറ്റിലേക്ക് അവൻ പോയി കഴിഞ്ഞു. ജപ്പാൻ ടീമിനെ തീർച്ചയായിട്ടും ഈ സായിയും മുടിയനും അവർ രണ്ടുപേരും ചേർന്ന് മാറ്റി എഴുതും. ഈഗോയുടെ അസിസ്റ്റന്റ് ആണെങ്കിൽ ഇവിടെ ടെൻഷനാവും. ബോസ്, നമ്മൾ എന്തെങ്കിലും ഉടനെ ചെയ്യണം. തൊട്ടു പിന്നാലെ ഇപ്പൊ ഹീറോ അവിടേക്ക് എത്തി ഈഗോയോട് ഇപ്പൊ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാണ്. എന്തെങ്കിലും മൂവ്മെന്റ് നടത്തണം, അല്ലെങ്കിൽ വലിയ അപകടമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ടാറ്റിക്സ് തോന്നുന്നുണ്ടോ? അതിന് ഈഗോ ആണെങ്കിൽ ചിരിക്കാണ്. സത്യത്തില് നിങ്ങൾ ഇത്രയും വലിയ മണ്ടന്മാരാണോ? നമ്മൾ ബ്ലൂ ലോക്ക് ഓൾറെഡി ജയിച്ചു കഴിഞ്ഞു. ആ മുടിയൻ അവൻ എവിടെ നിന്നാണ് വന്നതെന്ന് എല്ലാവർക്കും അറിയാം. ബ്ലൂ ലോക്ക് ടീമിൽ നിന്ന്.
ഒരുപക്ഷെ ഈ ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ഇനി ഈഗോ ഉണ്ടായെന്ന് വരില്ല. മാത്രമല്ല ബ്ലൂ ലോക്കും ഡിമോളിഷ് ആവും. പക്ഷേ നമ്മളുടെ ടീമിലുള്ള പ്ലെയേഴ്സ് അവരെല്ലാവരും ലോകമെമ്പാടും തിളങ്ങി നിൽക്കും. പ്രധാനമായിട്ടും ആ മുടിയൻ റിന്ന്. ബാക്കിയുള്ളവർക്കും വലിയ വലിയ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അതിന് ഹീറോ അവൻ ദേഷ്യപ്പെട്ടു പറയും, ഞങ്ങൾ ഇവിടേക്ക് വന്നത് ഞങ്ങൾക്കൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടാക്കാൻ മാത്രമല്ല, ജയിക്കാനാണ്. ഇപ്പോ ഞങ്ങളുടെ ചിന്ത എങ്ങനെയെങ്കിലും ജയിക്കണം എന്നത് മാത്രം. ബാക്കി ഒന്നും തന്നെ ഞങ്ങളുടെ മനസ്സിലില്ല. എന്ത് വില കൊടുത്തും എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞങ്ങൾ ജയിക്കുമെന്ന് പറഞ്ഞ് അവൻ ഫയറായിട്ട് നിൽക്കും. ഞങ്ങൾക്കിപ്പോ നിന്റെ സഹായം ആവശ്യമാണ്. അത് കേട്ട് ഈഗോ ഷോക്കാവും. അവൻ പറയും, ഓക്കെ ഞാൻ നിങ്ങളെ സഹായിക്കാം. പക്ഷെ ഇത് എത്രത്തോളം പ്രാക്ടിക്കൽ ആവുമെന്ന് എനിക്കറിയില്ല. ഒട്ടായ്ക്ക് പകരം ഞാൻ ആറോയെ കളിക്കളത്തിൽ ഇറക്കുകയാണെന്ന് പറഞ്ഞ് ഇപ്പൊ അവനെ ഇറക്കി വിടുകയാണ്. അവനെ കണ്ട് എല്ലാവരും വണ്ടറടിച്ച് നിൽക്കും. 5 മിനിറ്റ്, വെറും 15 മിനിറ്റ് മാത്രമാണ് നമ്മുടെ മുൻപിലുള്ള സമയം. അതിനു മുൻപ് എന്തെങ്കിലും ഒരു ഫോർമേഷൻ ഇത് ക്രിയേറ്റ് ചെയ്ത് ഇവിടെ ഒരു മാച്ച് ഉണ്ടാക്കിയേ പറ്റൂന്ന് പറഞ്ഞ് ഹീറോ ആണെങ്കിൽ കാര്യമായിട്ട് അവൻ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതിനവൻ ടെൻഷനായിട്ട് പറയും, നിർത്തടാ നീ, സ്റ്റോപ്പ് ദ ഫക്ക്. നിങ്ങളുടെ എല്ലാവരുടെയും കളി ഞാൻ ഗാലറിയിൽ ഇരുന്ന് കാണുകയായിരുന്നു. നിങ്ങളുടെ വീക്ക് പോയിന്റ്സ് അത് ഞാൻ മനസ്സിലാക്കി. സോ ഇനി എന്റേതായ സ്റ്റൈലിൽ ചില മൂവ്മെന്റ്സ് ഒക്കെ നടത്താൻ പോവാണെന്ന് അവൻ പറയും. അതേസമയം ഈഗോയുടെ അസിസ്റ്റന്റ് അവൾ ടെൻഷനായിട്ട് പറയും, ബാരോയ്ക്ക് നമ്മൾ കാര്യമായിട്ട് ട്രെയിനിങ് ഒന്നും കൊടുത്തിട്ടില്ല. അവനെ കൊണ്ട് ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയോ? നിങ്ങളും കണ്ടസ്റ്റൻസും ഇവിടെയുള്ള ജനങ്ങൾക്കും അവൻ്റെ പ്രതീക്ഷയായി മാറുമോ? അതിന് ഈഗോ പറയും, സത്യത്തിൽ എനിക്കും അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. വെറും ഒരു വിശ്വാസം, അതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ അവനെ ഇറക്കിയത്. ഇനി എന്ത് വേണമെങ്കിലും സംഭവിക്കാം. നമുക്കിത് ഗാലറിയിൽ ഇരുന്ന് കാണുകയല്ലാതെ വേറൊന്നും ഇവിടെ ചെയ്യാനില്ല. എന്ത് സംഭവിക്കാം, അതൊക്കെ ഫേസ് ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. ഇതിൽ നിനക്കൊരു കാര്യം അറിയോ? ഞാൻ പ്ലാൻ ചെയ്തതുപോലെയാണ് എല്ലാം നടക്കുന്നത്. ബാരോയെ പോലും ഈ കളിയിൽ ആഡ് ചെയ്യണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തതാണ്. പക്ഷെ എന്നെ സർപ്രൈസ് ചെയ്യിപ്പിച്ചത് ഞാൻ വിതച്ച ആ ഒരു ഈഗോ. അത് അവരുടെ ഉള്ളിൽ ഇരട്ടിയായി മാറിയിരിക്കുകയാണ്. ഇപ്പൊ സംഭവിച്ചതെല്ലാം തന്നെ അവരുടെ ഉള്ളിൽ ഒരു ആവേശവും വാശിയും ഒക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ജയിക്കണം എന്നുള്ള ഒരു ഈഗോ അവരുടെ ഉള്ളിൽ ഉടലെടുത്ത് കഴിഞ്ഞു. അത് എത്രത്തോളം തീവ്രമാവുന്നോ അത്രത്തോളം ജയിക്കാനുള്ള പോസിബിലിറ്റീസ് കൂടി വരും. നമ്മുടെ ആൾക്കാരെ ഓരോരുത്തരായിട്ട് ഇപ്പൊ അങ്ങനെ ക്യാമറ സൂം ചെയ്ത് ക്ലോസപ്പിൽ കാണിക്കും. അവരുടെ എല്ലാവരുടെയും മുഖത്ത് ജയിക്കണം എന്നൊരു വെറിയാണ്. ബാറോയുടെ പ്രധാന കഴിവ് ട്രിപ്പിളിംഗ് ആണ്. അതുപോലെ ലോങ് ഷോട്ടിൽ അവനെ കൊണ്ട് കിക്ക് ചെയ്യാനും കഴിയും. ഇസുക്കയാണെങ്കിൽ അവനെ നല്ലൊരു പൊസിഷനിൽ നിർത്തി ആക്റ്റീവായിട്ട് കളിക്കുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഈഗോ അവന് പാസ് ചെയ്ത ചില ഇൻഫർമേഷൻസ് കാണിക്കുകയാണ്. ആക്ച്വലി ഞാൻ നിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നിർത്തുന്നതിന് ചില പ്രധാന കാരണങ്ങളുണ്ട്. ഞാൻ ഓൾറെഡി ചില ടെക്നിക്സ് ഒക്കെ നിന്റെ ടീംമേറ്റ്സിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരു കാരണവശാലും നീ കളിക്കളത്തിൽ ഇറങ്ങിയാൽ അത് ഉപയോഗിക്കാൻ പാടില്ല. നീ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഹീറോ ഇസക്കയായിട്ടാണെന്ന് അവൻ പറയും. കട്ട് ചെയ്ത ഇപ്പൊ ആ ബോള് ആണെങ്കിൽ ചീറിപ്പാഞ്ഞ് ഹീറോയ്ക്ക് നേരെ വരികയാണ്. അവനത് അവന്റെ കാലുകൊണ്ട് ലോക്ക് ചെയ്യും. ഉടനെ ഒരു ഡിഫൻഡർ ഹീറോയെ തടയാനായിട്ട് അവന്റെ മുൻപിലേക്ക് പാഞ്ഞു വരികയാണ്. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. നമ്മുടെ ബാരോ അവനാണെങ്കിൽ ഹീറോയുടെ കയ്യിൽ നിന്ന് ആ ബോൾ തട്ടിയെടുത്ത് മുൻപോട്ടേക്ക് ചേറിപ്പായാണ്. ഓപ്പോസിറ്റ് ടീമിലെ ഡിഫൻഡർ അവൻ വണ്ടറടിക്കും. ഇവനെന്തിനാ അവന്റെ തന്നെ ടീമിലുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് ബോൾ തട്ടിയെടുത്ത് പോകുന്നത് ചിന്തിച്ച് അവൻ കൺഫ്യൂസ്ഡ് ആവും. ഇവിടെ ഈഗോ അവൻ തീർത്ത് പറയും, ആർക്കും ബാരോയുടെ മൂവ്മെന്റ് അത് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് അവനെ ഞാൻ ദ ജോക്കർ കാർഡ് കിങ് എന്ന് പറയുന്നത്. എല്ലാവരെയും സർപ്രൈസ് ചെയ്യുന്ന രീതിയിലായിരിക്കും അവൻ ഗെയിം കളിക്കുക. ഇവിടെ ബാരോയെ അഡറായി അവൻ ബ്ലോക്ക് ചെയ്യാണ്. ബാരോയുടെ മുൻപിൽ വേറെ വഴിയില്ല, ബോൾ പാസ് ചെയ്തേ പറ്റൂ. ഇസുക്കയാണെങ്കിൽ പാസിനായിട്ട് നിലവിളിക്കും. പക്ഷെ അവനാണെങ്കിൽ ഒരു ട്രിപ്പിളിംഗ് അടിച്ച് ആ ഗോൾ പോസ്റ്റ് ലക്ഷ്യമാക്കി മുൻപോട്ടേക്ക് നീങ്ങും. അവൻ ആ ബോള് ഇസുക്കയ്ക്ക് പാസ് ചെയ്യാതെ ഇപ്പൊ ഗോൾ അടിക്കാൻ ശ്രമിക്കും. അത് ആ കമ്പിയിൽ തട്ടി റിട്ടേൺ അടിക്കും. അടുത്ത നിമിഷം യക്കീമിയ അവൻ ആ ബോൾ ക്യാച്ച് ചെയ്ത് ഇപ്പൊ മുൻപോട്ടേക്ക് ഓടും. അവന് അവിടെയുള്ള എല്ലാവരെ കഴിഞ്ഞും ഒരുപാട് സ്പീഡുണ്ട്. അവൻ മുൻപിലേക്ക് കോർട്ടിന്റെ തൊട്ടടുത്തേക്ക് വരികയാണ്. അവന്റെ മുൻപിൽ 2 പേര് ബ്ലോക്ക് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട്. അവൻ രണ്ടും കൽപ്പിച്ച് ഗോൾ അടിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും അയക്കൂ അവൻ ഞൊട്ടിയിടയിൽ ചെയ്ത് ആ ബോള് അത് ദൂരത്തേക്ക് തെറിപ്പിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.